പപ്സ് ഇറങ്ങിയ സമയത്തൊക്കെ എന്ത് സംഭവമായിരുന്നു സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഹലോ മക്കളെ, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും നാൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ സൗഹൃദങ്ങൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ മടി കൂടാതെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ ഒരു കാലത്തെ അല്ല ഇപ്പോഴും നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്നാക്സ് ആണ് പപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാലത്ത് ഞാനൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള സംഭവം. പക്ഷേ നമ്മളതൊക്കെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് എങ്ങനെയാണെന്നുള്ള സംഭവം നിങ്ങളത് കാണിച്ചു തരുവാണെന്ന് ഈ ഒരു വീഡിയോ. അപ്പം ആദ്യമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ മടി കൂടാതെ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കനുണ്ട്, അതൊന്ന് അടിച്ചമർത്തിയും കൂടി ഇടാമെങ്കിൽ ഇതുപോലെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തും. ഇനി ഇത് അറിയാതെ ഈ വീഡിയോ കാണുന്ന അമ്മമാരാണെങ്കിൽ നിങ്ങൾ മടി കൂടാതെ മക്കളോട് ചോദിക്കുക, അപ്പോൾ അവർ കറക്റ്റായിട്ട് ഇത് ചെയ്തു തരും. അപ്പോൾ നമുക്ക് നേരെ പപ്സ് ഉണ്ടാക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആകെ ഒരു 4 പപ്സാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് 2 സവാള, 1 തക്കാളി, 2 മുട്ട പുഴുങ്ങിയത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇങ്ങനെ അരിഞ്ഞത്, പിന്നെ 2-3 അല്ലി വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, 2 പച്ചമുളക് ഇതുപോലെ അരിഞ്ഞിട്ടത്. പിന്നെ മെയിനായിട്ട് വേണ്ടതാണ് ഈ പപ്സ് പേസ്ട്രി റോള്. ഇത് നമ്മുടെ അവിടുത്തെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും വെച്ചുകൊണ്ടാണ് നമ്മൾ പപ്സ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് പപ്സിന് ആവശ്യമായിട്ടുള്ള മസാലയായിട്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. നമ്മൾ നേരത്തെ കാണിച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് പച്ചമുളക് ഇടാം. അടുത്ത് ഇനി വെച്ചത് ശകല ഉപ്പിടുക. അതാകുമ്പോഴത്തേക്ക് സവാള പെട്ടെന്ന് വാടാൻ വേണ്ടി. കൂടിപ്പോയി തോന്നുന്നു, കുഴപ്പമില്ല, നമ്മളല്ലേ കഴിക്കുന്നുള്ളൂ. പപ്സ് ഇറങ്ങിയ സമയത്തൊക്കെ എന്ത് സംഭവമായിരുന്നു സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. പപ്സിന് ചായയും പിന്നെ പപ്സും പിന്നെ നാരങ്ങ വെള്ളം ഉണ്ടല്ലോ. നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞങ്ങളവിടെ SNP സ്കൂളിലോട്ട് പോകുന്ന വഴിക്ക് ഫെനീസ് എന്ന് പറഞ്ഞൊരു ബേക്കറി ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. 2 രൂപയുടെ ഡ്രിങ്ക്സും ഈ ഒരു പപ്സും ഇതായിരുന്നു നമ്മുടെ മെയിൻ കഴിപ്പ്. പക്ഷെ പപ്സും ചായയും ഇഷ്ടം. പപ്സിനെയും ചായയും പ്രണയിച്ചവരും പപ്സിനെയും ഡ്രിങ്ക്സിനെയും പ്രണയിച്ചവരും എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. പ്രത്യേകിച്ച് SNP സ്കൂളിൽ പഠിച്ച ആൾക്കാർക്ക് എന്തായാലും ഈ ഫെനീസ് ബേക്കറി അറിയാതിരിക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതന്നെ ഏകദേശം ഈ ഒരു പരുവായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ട് നമ്മളെ പൊടി ഐറ്റംസ് ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂൺ. അതിനുശേഷം നമുക്ക് നേരെ കാശ്മീരി ചില്ലി പൗഡർ, മുളക് പൊടി. ഇപ്പോൾ സ്പൂൺ കണക്കില്ല, നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ഇട്ടാൽ മതി. അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ കുടഞ്ഞിടുന്നത്. നിങ്ങളുണ്ടാക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് എരിവിന് നോക്കിയിടുക. അത് ഗരം മസാല പൊടിച്ചത്, അത് ആവശ്യത്തിന്. പെരിഞ്ജീരപ്പൊടി ചെറു ശകലം. ഇനി ഇതെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്യാം. നമുക്കിതിൻ്റെ അകത്തോട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് നേരത്തെ പുഴുങ്ങി വെച്ച മുട്ട ആഡ് ചെയ്തിട്ടൊന്ന്, പിന്നെ കുറച്ച് മല്ലിയില നമുക്ക്. അപ്പോൾ മക്കളെ, നമ്മുടെ പപ്സിന് ആവശ്യമായിട്ടുള്ള മസാല നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നിങ്ങളെ നേരത്തെ കാണിച്ച ഈ പപ്സ് പേസ്ട്രി റോള്. ഇത് ഇത്രയും വലിയൊരു ഷീറ്റായിട്ടാണ് വരുന്നത്. ഇത് നമുക്ക് ആവശ്യം അനുസരിച്ച് നമുക്കിത് കട്ട് ചെയ്ത് വെക്കാം. നമുക്കിപ്പോൾ ഒരു 4 പപ്സ് മതി. അതുകൊണ്ട് അത്യാവശ്യം വലുപ്പത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങളിപ്പം എണ്ണം കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ വലിപ്പം ചെറുതാക്കാം. ഇത് 2 ബാലൻസ് നമുക്ക് വേറൊരു സാധനം പരീക്ഷിക്കാം നമുക്ക്. അപ്പോൾ ഇത് നമുക്കിനി ഇതിലോട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇച്ചിരി ഒരു ശകലം മസാല എടുത്തിങ്ങനെ വെക്കുക. ഈ ഒരു ചുമല ഭാഗം ഉണ്ടല്ലോ, അത് കമത്തി വെക്കണം. ഇതുപോലെ തന്നെ നമുക്ക് ഈ 4 എണ്ണത്തിലും ഫില്ല് ചെയ്യാം.
അപ്പോൾ അങ്ങനെ 4 എണ്ണത്തിൽ നമ്മൾ ഫില്ല് ചെയ്തിരിക്കുകയാണ് നമ്മുടെ മസാല. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ടും വെച്ച് ഇങ്ങനെ മടക്കി ഏകദേശം പപ്സിൻ്റെ ഷേപ്പൊക്കെ വരുന്നുണ്ടോ? കുഴപ്പമില്ല, ശരിയാകും. അപ്പോൾ മക്കളെ നമ്മുടെ പപ്സിൻ്റെ ഫൈനൽ സ്റ്റേജാണ് ഇത്. നമ്മൾ ഇതെല്ലാം ഏകദേശം പപ്സിൻ്റെ ഷേപ്പൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഇച്ചിരി മുട്ട ഇങ്ങനെ, അത് മുട്ട തേക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ പപ്സ് കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഗോൾഡൻ കളർ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഗോൾഡൻ കളർ, ആ ഒരു ഗോൾഡൻ കളറിന് വേണ്ടിയാണ്. ഇപ്പം മുട്ട ഇല്ലെങ്കിൽ നമുക്ക് പാലാണേലും ഇതുപോലെ പുരട്ടാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ പുരട്ടുന്നതുകൊണ്ടാണ് ആ ഒരു ഗോൾഡൻ കളർ കിട്ടുന്നത്. നമ്മൾ ലാസ്റ്റ് പപ്സിനാണ് ഇപ്പം മുട്ട പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നത്. ഈ രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ 2 എണ്ണം ബാലൻസ് വന്നില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ബട്ടറും ന്യൂട്രലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മണ്ടയ്ക്കും ഇത് നമ്മുടെ പരീക്ഷണമാണ് ഇത്. അപ്പോൾ നമുക്ക് പപ്സ് ഓവനിലോട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ പപ്സ് തന്നെ നമ്മളിത് ഇപ്പം ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുവാണ്. ഇതാണ് നമ്മുടെ പപ്സിൻ്റെ ഇനിയിപ്പോൾ ലാസ്റ്റ് സ്റ്റേജാണ്. നേരെ അപ്പം നമ്മളങ്ങനെ പപ്സ് ഹീറ്റ് ചെയ്യാൻ വെച്ചേക്കുകയാണ്. അപ്പോൾ ഇതാണ് ഓവൻ. അപ്പോൾ ഈ ഓവനിലാണ് നമ്മൾ ഈ പപ്സ് ഹീറ്റ് ചെയ്യാൻ വെച്ചേക്കുന്നത്. ഇത് നമ്മൾ ആദ്യമേ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 220 ഡിഗ്രി നമ്മൾ ഇത് ഫാനിൽ പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം ഇപ്പം വെച്ചേക്കുന്നത് 200ലാണ് നമ്മളിപ്പോൾ ഇത് വെച്ചേക്കുന്നത്, ഫാനിൽ വെച്ചേക്കുന്നത്. ഏകദേശം ഒരു 20 മിനിറ്റ് നമ്മളിത് കുക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം 20 മിനിറ്റ് ആണ്. അപ്പോൾ ആ ഒരു ടൈം നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക. ആ ഒരു ഗോൾഡൻ കളർ വരുന്നതനുസരിച്ച് നമുക്ക് ഇത് എടുക്കാൻ പറ്റും. നമുക്ക് എന്തായാലും 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ മക്കളെ നമ്മളുണ്ടാക്കിയ പപ്സ് അങ്ങനെ ദാണ്ടത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈകിട്ട് ഒരു സ്ട്രോങ് ചായയും പിന്നെ നമ്മുടെ ജോൺസൺ മാസ്റ്ററിൻ്റെ പാട്ടും ആയിട്ട് ഇങ്ങനെ നൈസായിട്ട് ഇരുന്ന് കുടിക്കണം. പിന്നെ അത് കൂടാതെ തന്നെ നമ്മൾ പേരറിയാത്തൊരു സാധനം കൂടെ നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട് ബാക്കി വന്ന ഷീറ്റ് വെച്ച്. അപ്പോൾ ഇതിനുള്ള പേര് നിങ്ങളായിട്ട് തന്നെ സജസ്റ്റ് ചെയ്യുക. നമ്മൾ പപ്സ് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം നമുക്കിനി പുതിയൊരു വീഡിയോയിലൂടെ നമുക്കിനി വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുക. നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ബാക്കിയുള്ള സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ ബൈ, ടാറ്റാ.